സദാ വന്നാൽ മൽപദപ്രാപ്തി ലാഭം വരുവാനായിക്കൊണ്ട് ചൊല്ലുന്നു സകലവും പരമാത്മാർത്ഥജ്ഞാന സിദ്ധ്യർത്ഥം എന്നീർത്ഥം ഇത്തരം ജഗന്നാഥൻ അരുളി ചെയ്ത നേരം ഉദ്ധവൻ താനും ചോദിച്ചിടാൻ വരുമ്പോൾ ശുദ്ധഭക്തി കൊണ്ടല്ലോ തിരുപ്പദം പ്രാപിച്ച് അത്തൽ തീരുന്നതെന്നും അരുൾ ചെയ്ത് ഇക കേട്ടു എങ്ങനെയുള്ള ഭക്തി കൊണ്ടിക തുൽപാദത്തെ മംഗളകരം പ്രാപിക്കുന്നതും അരുൾ ചെയ്യുക ഇത്തരം നാലാമതോദ്ധവർ ചോദിച്ചതിന് ഉത്തരം ഭഗവാൻ അരുൾ ചെയ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാ പ്രണതോസ്മി ശിവം. നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ. നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. സന്ധ്യയ്ക്കാരോടും ഓം നമഃ ശിവായ. ഇന്ദ്രിയദാസിനുള്ളവനുണ്ട് ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ. നമഃ ശിവായ നമഃ ശിവായ ഓം നമഃ ശിവായ. ജീവനസുഖനായി മാറ്റുന്നുണ്ട് ഓം നമഃ ശിവായ. രാവണനും കൈക്കൊണ്ടൊരു മന്ത്രം ഓം നമഃ ശിവായ. ബ്രഹ്മാണ്ടത്തിന് കാണാൻ മന്ത്രം ഓം നമഃ ശിവായ. നന്ദിനെയും സുഖയാക്കും മന്ത്രം ഓം നമഃ ശിവായ. മഞ്ജുളമായ ആദിമമന്ത്രം ഓം നമഃ ശിവായ. പ്രണവം ചേർത്തമതത്താനന്ദം ഓം നമഃ ശിവായ. പ്രണവരക്ഷിച്ചേരും മന്ത്രം ഓം നമഃ ശിവായ. കർമ്മത്തെട്ട് മുറിക്കും മന്ത്രം ഓം നമഃ ശിവായ. കർമ്മം പോക്കും വൈദിക മന്ത്രം ഓം നമഃ ശിവായ.
മൃത്യുഭയത്തെ അകറ്റും മന്ത്രം ഓം നമ ശിവായ അത്യുത്സാഹം പകരും മന്ത്രം ഓം നമ ശിവായ സത്യത്തിൻ തുടികൊട്ടും മന്ത്രം ഓം നമ ശിവായ നിത്യവും ഓതി വേണ്ടും മന്ത്രം ഓം നമ ശിവായ ജീവിതബുധം ധനിക്കും മന്ത്രം ഓം നമ ശിവായ ശിവലിംഗത്തിനു വസ്ത്രമന്ത്രം ഓം നമ ശിവായ
വഴി പോലെ പാനീയം കൈക്കൊണ്ടു നിന്ന് മുകുന്ദനും പ്രാണപ്രിയ സങ്കേനറുമാഞ്ചാലിപതേ ബാഷ്പതിന്ദുക്കൾ വസിച്ചു നിന്നിത് അപ്പോൾ വിക്രമര്യനോ മാധവസങ്കേന സുജനായി മോദിച്ച് നിന്നിതു പിന്നെ മുകുന്ദനും വിപ്രേന്ദ്രപാദങ്ങൾ നന്നായി കരുകിയ തീർത്ഥം ശിരസിംഗം സർവപാപ അഭയനായ ജനാർദ്ദനൻ നിർവാണതന്തരിച്ചിടിനാൻ ആരണേന്ദ്രന്റെ കരം പിടിച്ചൻപോട് ചാരുതരമായ തന്നുട മുത്തനെ നന്നായിരത്തെ സുരദ്രുമ പുഷ്പങ്ങൾ നന്നായി അണിയിച്ചു ദിവ്യാംഗരാഗം പിന്നെ വിരവോടെ പൂജിച്ചു മാധവൻ പിന്നെ പിറമോട് പൂജിച്ചു മാധവൻ അന്നേ രാത്ര വൈദർഭി മുതലായ നാരിമാർ ആലവട്ടങ്ങൾ വീടിനാർ പറഞ്ഞ് ജഗന്മയമീശ്വരൻ തങ്ങളുടെ കയ്യാൽ ഒരു മുട്ടിമാറിയങ്ങേറ്റം ആനന്ദേന തിന്നുവോ പുനരവിൽ ഏറ്റവും നന്നായി മുട്ടിമാറിയിട്ട് തെറ്റെന്ന് വായ്പൊല്ല് തുടർന്നപ്പോ തെറ്റന്നതാരണ്യശാലി കമലാശി ഇന്ദിരയാകി രുക്മനെ മാധവൻ തങ്ങളുടെ കൈപിടിച്ച് അന്നോട് ലജ്ജയാ മന്ദാഗ്രമോട് ഇന്ദേ മതി മതി വിപ്രോക്തമെന്നും സുരന്മാർക്ക് പോലും സാധ്യമായത് ഐശ്വര്യം ഭവിച്ചവനില്ല ഈശാരി പറ്റിച്ചത് കൊണ്ട് മോശവും വന്നിരയിവല്ലേ ഇതുപോ ഓദിന പിന്നെ വിപ്രേതനെ പൂജിച്ചു മാധവൻ പിന്നെ അതിശയ അന്തണ ഭക്തിയും ഏറ്റവും അത്യത്ഭുതം ചെന്താമരാശൻ ശുഭക സമ്മോകൻ ഞാനായത് മലിനി തമോമയൻ ആനന്ദരൂപൻ എന്നെ പുനർനീടിന ദേവ അസുരാണി സകലരും ഐശ്വര്യമോളാർജിച്ചതോർത്തു കണ്ണീരുകൾ പത്നി കരുണയാലെ വരവ് ആഗ്രഹിച്ചത്ര നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തോ ഞാനങ്ങ് അവളോട് പറയുന്നു ചിന്തിക്കൽ സർവജ്ഞനല്ലോ ജഗന്മയൻ എന്ത് നമുക്ക് ധനമിങ്ങു നൽകാനും ചിത്തെ ധനമതാലോ നിത്യസ്വരൂപനിങ്കേ അർത്ഥം പറഞ്ഞതോ പറകൾക്കും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ജന്മം നൽകി മൺമറഞ്ഞു പോയ പിതൃപിതാമഹന്മാർക്ക് അവരുടെ ആത്മാവ് ഭഗവാൻ നാളെ സ്വധാമത്തിലേക്ക് പോകും. ഏതാണ്ടൊരു 8:30-9 മണിക്ക് ആ ഭാഗം വായിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം ഭഗവാനെ ഞങ്ങൾക്ക് ജന്മം നൽകി മൺമറഞ്ഞു പോയ പിതൃപിതാമഹന്മാരുടെ ആത്മാവും നിന്നോടുകൂടി വൈകുണ്ഠത്തിലേക്ക് എത്തണമെന്നാണ്. അതിനാണ് തുളസിപ്പണം. ഇപ്പോൾ ഭാര്യയും ഒക്കെ വളരെ സന്തോഷിച്ചൊക്കെ ഇവിടെ ഉണ്ട്. നാളെ ഇതൊന്നും കാണത്തില്ല. ഭഗവാൻ ഒറ്റയ്ക്ക് ആ സമയത്ത് തുളസീഗന്ധം പരന്നു എന്ന ഭാഗം പാരായണം ചെയ്യുമ്പോൾ തുളസി മാലയായിരിക്കും ഭഗവാൻ ഇടുന്നത്.
അപ്പോൾ തുളസിമാലയും ഒക്കെ ഭഗവാന് കൊണ്ടുവരാം. തുളസിമാല, തുളസിമാല. മറ്റൊന്ന്, ഇതുവരെ അർച്ചനയും പൂജയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർക്ക് വേണ്ടി നാളെ നടത്തുന്നത് ഈ വിഷ്ണു പൂജയാണ്. പ്രത്യേകമായ കലശം വെച്ചിട്ട് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്ന ഭാഗമൊക്കെ ഉണ്ട്. പൂജ ക്രിയാഭാഗം 19ാമത്തെ ചോദ്യം ഉദ്ധവര് ചോദിക്കുന്നത്, ഭഗവാനെ നിന്നെ എങ്ങനെയാണ് പൂജിക്കുന്നത്? ആ ഭാഗം പറയും. അപ്പോൾ അതേപോലെ നാളെ രാവിലെ ഇവിടെ പൂജ നടക്കും. വിഷ്ണു പൂജ കലശം വെച്ചാൽ. അതിനുശേഷം നമ്മൾ സ്വധാമപ്രാപ്തി നടക്കുമ്പോൾ എല്ലാവരും ഉണ്ടാകും. കഴിഞ്ഞ തവണ നമ്മൾ ഉണ്ണിയൂട്ട് നടത്തിയത് ചോറൂട്ട് കർമ്മത്തിൻ്റെ തെറ്റായ ആചാരങ്ങൾക്ക് മാറ്റാനാണ്. ഇന്നലെ കല്യാണത്തിൻ്റെ തെറ്റായ ആചാരം മാറ്റാനാണ് കല്യാണമൊക്കെ നടത്തുന്നത്. ഇനി മരണാടിയന്തരമുണ്ട്. അതിലും നമ്മൾ തെറ്റായ ആചാരമാണ്. നമ്മൾ ചെല്ലുമ്പോൾ പറയും കെട്ടുകളറ്റേ മുക്തി വരൂതിടം. കെട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വലത്തോട്ട് അല്ലേ? അഴിക്കുന്നതോ ഇങ്ങോട്ടാണ്, അപ്രദക്ഷിണം. ഇവിടെ ശിവൻ്റെ അടുക്കൽ വന്നാലും പ്രദക്ഷിണം, ദേവിയുടെ അടുക്കലും പ്രദക്ഷിണമാണ്. ചത്ത് കിടക്കുന്ന ശവത്തിൻ്റെ അടുക്കലും പ്രദക്ഷിണമാണ്. അപ്പം ശവത്തെ പ്രദക്ഷിണം ചെയ്താൽ കത്തിച്ച് കുറച്ച് കഴിയുമ്പോഴേ ഇതിൻ്റെ അവസാനത്തെ ജീവൻ പോകും. അപ്പോഴാ ഉള്ള ജീവനെ കെട്ടിയിടുക. എന്നിട്ടാണ് പിന്നെ ഈ അർച്ചനയും ബലിയൊക്കെ ചെയ്ത ഒരു ഫലവുമില്ല. അപ്പം ശവത്തെ എപ്പോഴും അപ്രദക്ഷിണമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം അത് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിച്ചിട്ട് ഒരു കർപ്പൂരം ഇവിടെ കാണിക്കുന്ന കർപ്പൂരം അവിടെ കൊണ്ടിടും. അപ്പോൾ ഇതിലെ വരാതെ ആ കർപ്പൂരമായിട്ട് അപ്രദക്ഷിണമായിട്ട് വന്ന് അതിലേക്ക് ഇടണം. അതാണ് നാളെ ചെയ്യേണ്ടത്, അപ്രദക്ഷിണമായി. നമ്മളൊക്കെ ഇങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്തത്. അപ്പോൾ നാളെ ഇങ്ങനെ അപ്രദക്ഷിണമായി ഇതിനകത്ത് തന്നെ ആ കർപ്പൂരം ഇട്ട് മരണാടിയന്തരത്തിലെ തെറ്റുകൾക്ക് പാപമോചനം നടത്തുന്നതാണ് നാളെ. അപ്പോൾ എല്ലാത്തിൻ്റെയും മോചനം നാളെ നടക്കുക. അത് കഴിഞ്ഞ് നമുക്ക് തീർന്നാൽ ഉടൻ പിന്നെന്തിനാ അവരുടെ ജോലിയാണ് ഈ കല്ലുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മൾ തീരുമാനിക്കണം. കുചേലഗതി പഠിപ്പിച്ചത് യാചകൻ 4 എഴുത്താണ്. 4 എഴുത്തേ യാചിക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വിശക്കുന്നവന് അവൻ ചോദിക്കുന്ന ഒന്നും കഴിച്ചില്ലമ്മ എന്ന് പറഞ്ഞാൽ വാ, എന്തെങ്കിലും കാണും നമ്മുടെ വീട്ടിൽ. ഇനി അടുത്ത കടയിൽ കയറ്റി അവർ ചായ മേടിച്ചു കൊടുക്കും. അല്ലാതെ 10 രൂപ നിങ്ങൾ മേടിച്ചു കൊടുത്താൽ അത് ട്രെയിനിൽ വെച്ച് ഒരു പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് തള്ളിയിട്ട് കൊന്നത്. അവൻ്റെ കേസ് കേരള ഹൈക്കോടതി അവനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. അവൻ പണം കൊടുത്ത് വക്കീലിന് കാശ് കൊടുത്ത് സുപ്രീം കോടതിയിൽ ജീവപര്യന്തം വന്നു. അപ്പോൾ ഈ വക്കീൽ ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇത്രയും പണം ഇടുന്നു? അപ്പോൾ അവരുടെ ചോദ്യം, സാറിന് പണം വേണമെങ്കിൽ ചോദിച്ചാൽ മതി, ഇനി ഞങ്ങൾ അല്ല പണമൊക്കെ ഇത്രയൊക്കെ മതി. ട്രെയിനിൽ വെച്ച് ഒരു പെങ്കൊച്ചിനെ ബലാത്സംഗം ചെയ്ത് തള്ളിയിട്ട് കൊന്നത്. അവൻ്റെ കേസ് കേരള ഹൈക്കോടതി അവനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചു. അപ്പോഴാണ് പറയുന്നത്, ലോകത്ത് വിഘടിക്കാത്ത ഒരേ സംഘടന ഞങ്ങളാണ്. എന്തും വാങ്ങും, അതിൻ്റെ ഒരു വിഹിതം കൊടുക്കും. അങ്ങനെ കോടിക്കണക്കിന് രൂപ അവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. അപ്പോൾ ആരാ കൊടുത്തത്? ആ കൊന്ന പെണ്ണും ഇവൻ ചെന്നില്ലേ, ഇവിടെ ഈ വിജയസ്വാമി, ഈ ജാമ്യം കൊന്ന പെണ്ണും ഇവന് കാശ് കൊടുത്തിട്ടുണ്ട്. ആ കാശ് ഉപയോഗിച്ചാണ് ആ കേസ് ബാധിച്ചത്. അതുകൊണ്ട് ഈ കുചേലഗതിയോടുകൂടി നമ്മൾ മനസ്സിലാക്കണം യാചകനെയും തെണ്ടിയെയും. യാചകൻ എന്ന് പറയുന്നത് വയറിന് രുചിക്കുക, യജനം ചെയ്യുന്നവനാണ്. ദഹനത്തിന് വേണ്ടി ഭക്ഷണം സ്വീകരിക്കുന്നവരാണ് യാചകൻ. പണം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഒത്തിരി പരിവർത്തനം ഉണ്ടാകും. ഇനി കുചേലഗതി നോക്കൂ, ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവർ രണ്ടുപേരും സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിച്ചവരാണ്. അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് സാന്ദീപനി യൂണിവേഴ്സിറ്റി.
അത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ്. ഉച്ചക്കഞ്ഞിയും ഭക്ഷണമൊക്കെ അവിടെ തന്നെ കിട്ടും, 10 പൈസ കൊടുക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ പറയും നമ്മൾ വിദ്യാഭ്യാസ പുരോഗതിയുണ്ട്, പക്ഷേ ലക്ഷങ്ങൾ വേണം. അന്ന് അവിടെ കൊണ്ട് ചേർത്താൽ മതി. അപ്പോൾ അവിടെ ഈ ഭക്ഷണമുണ്ട്, എല്ലാ തൊഴിലുകളും അവിടെ പഠിപ്പിക്കും. അവിടെ നിന്ന് വരുന്നവൻ സ്വയം ജീവിക്കാൻ കഴിവുള്ളവനാണ്. അങ്ങനെ താമസിച്ച ഇവരാരാണ്? ഈ സുധാമാവെന്ന് പറയുന്നയാള് ഉന്നത കുലത്തിൽ ജനിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠനാണ്. ഈ കൃഷ്ണൻ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട യാദവ കുലത്തിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മളെ പഠിപ്പിച്ച ജാതി വ്യത്യാസം പലതുമുണ്ട്. അപ്പോൾ ഒരേ യൂണിവേഴ്സിറ്റിയിൽ ബ്രാഹ്മണന്റെ പുത്രനും ഈ യാദവന്റെ മകനും പഠിക്കുക. ഇനി ഭഗവാൻ ആരാണ്? രാജകുമാരന് തുല്യനാണ്, സമ്പന്നനാണ്. ഈ സുധാമാവോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവനാണ്. അപ്പം പാവപ്പെട്ടവനും പണക്കാരനും ഒരേപോലെ അവിടെ പരിഗണിക്കുന്നു, അവിടെ പഠിക്കുന്നു. ഇന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇന്ന് ഉന്നത കുലത്തിൽ ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ പണമുള്ളവനെ സാധിക്കും. അപ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ നയം എന്തായിരുന്നു? എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വിദ്യാഭ്യാസം, പണമുള്ളവനും ഇല്ലാത്തവനും വിദ്യാഭ്യാസം. ഇന്ന് സ്വാതന്ത്ര്യം നേടി ഇത്ര കാലമായിട്ടും പണമുള്ളവന് മാത്രമേ ഉന്നത വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ ഏതായിരുന്നു നമ്മുടെ പഴയ കാലം? എത്ര സുവർണകാലമായിരുന്നു എന്ന് നമ്മൾ അറിയണം. അക്കാലത്ത് ജാതിയില്ല, മതമില്ല, ഒരു ചിന്തയുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമി അവിടെ സീതയെ ആദ്യം കാണുക. അപ്പോൾ സീതയെ കണ്ട് ആ ശിംശിമാവൃക്ഷത്തിൻ്റെ മുകളിൽ ഇരുന്നു കൊണ്ട് രാമകഥകളൊക്കെ പറയുന്നു. അപ്പോൾ സീത മനസ്സിലാക്കിയത് ഈ രാവണൻ ഒരുപാട് മായാവിദ്യകൾ പഠിച്ച ആളാണ്. അപ്പോൾ രാവണൻ ഏതെങ്കിലും തരത്തിലുള്ള മായാവിദ്യകളാണോ ഈ കാണിക്കുന്നത്? പക്ഷെ ആ സംസാരം കേട്ടപ്പോൾ ആ സംസാരത്തിൻ്റെ ഒരു വൈശ്യത, ഒരു ശുദ്ധത ഉണ്ട്. അപ്പം ശുദ്ധമായ ഭാഷയാണ് ഹനുമാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഹനുമാനെ സീത വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്കൃതം എന്ന് പറയുന്നതായ ഭാഷ, അത് നമ്മുടെ ഭാഷയെ ശുദ്ധീകരിക്കും, മലയാളത്തെ ഇല്ല. അതുകൊണ്ട് നാരായണീയമാവട്ടെ, വിഷ്ണു സഹസ്രനാമമാവട്ടെ, ശിവസഹസ്രനാമമാവട്ടെ, ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നിരുന്ന് ജപിക്കാൻ കഴിയുന്നത് ഉത്തമമാണ്. നമ്മുടെ കൈവശത്തു നിന്നും ഈ ഭൂമി പോകരുത്. അപ്പം ഭൂമിയുടെ ആധിപത്യമുള്ളവരെ ശക്തിപ്പെടുത്തുവാൻ നാഗങ്ങൾ ദേവന്മാരെക്കാളും ശക്തരാണ്. അത് നമ്മൾ അറിയണം. ഈ നാഗങ്ങളെന്ന് പറയുന്നത് നമുക്കെല്ലാം പേടിയാണ്. കാരണം എന്താ? അത് കടിച്ചാൽ ചാവും, അതുകൊണ്ട്. പക്ഷെ ഒരിക്കലും ഒരു പാമ്പ് അകാരണമായി കടിക്കാറില്ല. ഒന്നെങ്കിൽ ചവിട്ടിയാൽ അത് കടിക്കും, 2 ആഹാരമാണ്. അതാണ് കാലമൊന്നും ആട്ടരുത് എന്നൊക്കെ പറയുന്നത്. കാലക്കാട്ടുമ്പോൾ ചെറിയ ചെറിയ ജീവിയായിട്ടായാലും നമ്മൾ ഈ ചെറിയ വിരലുകൾ എന്തോ ചെറിയ ജീവിയായിട്ട് തോന്നും, അപ്പോഴാണ് കയറി കടിക്കുക. അതുകൊണ്ടാണ് കാല് ഇരുന്നുകൊണ്ട് കാലാട്ടരുത് എന്നൊക്കെ പറയും. 3ാമതൊന്നും ഈ കാലപാമ്പാണ്. ഇപ്പോൾ നാളെ പരീക്ഷത്തിലെ കടിക്കാൻ വരുന്നത് കാലപാമ്പാണ്. ഏകസ്തംഭാഗ്രത്തിൽ ഒറ്റയ്ക്കിരിക്കുക, പാമ്പ് എവിടെ നിന്ന് വന്നാലും കാണും. പക്ഷേ തന്ത്രപൂർവ്വം ആ പാമ്പ് അവിടെ എത്തി. അവിടെ ഭക്ഷകനായി എത്തി, ചെറിയ ഒരു കൃമിയായി എത്തി പരീക്ഷത്തിനെ കടിച്ച് മരണമുണ്ടാവുകയാണ്. അതിനെ കാലപാമ്പെന്ന് പറയും. അത് അതിൻ്റെ വിധിയാണ് നമ്മുടെ.
അപ്പം അതുകൊണ്ട് ഒരിക്കലും പാമ്പ് അത് ഗുണകരമാണ് ഒന്നാണ്. എന്തുകൊണ്ടാണ് സർക്കാർ പാമ്പിനെ കൊല്ലരുതെന്ന് നിയമം മൂലം പാസാക്കിയത്? ഇന്ത്യൻ പാർലമെൻറ്റിൽ പാമ്പുകളെ കൊന്നാൽ ഫോറസ്ട്രി ആക്ട് അനുസരിച്ച് 3 വർഷം കഠിന തടവാണ്. ഈ പാമ്പുകളിൽ നിന്നാണ്, പാമ്പിൻ വിഷത്തിൽ നിന്നാണ് ഈ വന്ധ്യതാ നിവാരണത്തിലുള്ള മരുന്നുണ്ടാക്കുന്നത്. അപ്പോൾ പാമ്പുകൾ അത് ഉച്ഛസിക്കുന്നതായ വിഷം അത് വായുവിലൂടെ നമ്മളിലേക്ക് പ്രവേശിക്കുന്നു, വിശേഷിച്ച് സ്ത്രീകളിൽ. അപ്പം സ്ത്രീകൾക്ക് ഈ അണ്ടോൽപാദനം ഉണ്ടാകുവാനുള്ള ശക്തി പാമ്പിൽ നിന്നും ഉണ്ടാകുന്നുവെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ സന്താനം ഉണ്ടാവാതെ വന്നാൽ മണ്ണാറശാലയിൽ പോയി ഉരുളി അമർത്തണം എന്ന് പറഞ്ഞു. അപ്പം സന്താനങ്ങളെ രക്ഷിക്കുന്നത് ഈ പാമ്പുകളാണ്, സർപ്പങ്ങളാണ്. ഹര